പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ 43 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഈ വചനം നാം ഓർക്കുമ്പോൾ ഡൽഹി നേഴ്സസ് മിനിസ്ട്രിയിലെ 3 നേഴ്സുമാരെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് കൈപിടിച്ച് നടത്തിയ അവരുടെ ജീവിതാനുഭവങ്ങളെ നമുക്കൊന്ന് ശ്രവിക്കാം. പുഷ്പ ചേച്ചി, നമ്മൾ കുറേ നാൾ കൂടിയാണ് കാണുന്നതല്ലേ? നമുക്കൊന്ന് ജസ് ചേച്ചിയുടെ അടുത്തൊന്ന് പോയാലോ? ജസ് ചേച്ചി ഫ്രീ ആണോ എന്ന് ചോദിക്കട്ടെ? നമുക്ക് കുറേ നാളായില്ല നമ്മൾ ജസ് ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാവേ. ഹലോ ഹലോ, ജസ് ചേച്ചി അല്ലേ? അതെ, ഞാൻ ജെസ്സിയ. ഞാൻ ബിന്ദു ആണേ. ഞാനും പുഷ്പ ചേച്ചിയും അങ്ങോട്ടൊന്ന് വരാമെന്ന് ഓർത്തോണ്ടായിരുന്നേ. ചേച്ചി ഫ്രീ ആണോ ഇപ്പം? നിങ്ങളിങ്ങോട്ട് വരുവാണോ? ഓക്കെ, ഞാൻ ഫ്രീ ആ. നിങ്ങൾ പോന്നോളൂ. ഞങ്ങൾ ഇപ്പം തന്നെ വന്നേക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേഗം തന്നെ എത്തിയല്ലോ. ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വഴി പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. ഓക്കെ. കുറച്ച് ദിവസമായിട്ട് ഞാനും ബിന്ദുവും കൂടി ജെസ്സി ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, പുഷ്പയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ, പുഷ്പ ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ആ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ശരിയാ. ആദ്യം ചേച്ചിനെ കാണുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്ന മാതിരിയായിരുന്നേ. ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഗ്രേസ് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ? അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പറയാമോ പുഷ്പ? കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ മുൻകോപിയായിരുന്നു, ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടി. അതുപോലെ എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞാൽ, അവൻ പഠിക്കാൻ ഒത്തിരി പുറകോട്ടായിരുന്നു. യെശയ്യാ 54:13 ആ വചനം, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ആ വചനം എന്നും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും ചൊല്ലും, അവനും ചൊല്ലുമായിരുന്നു. അതുപോലെ ഞങ്ങൾ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, അതുപോലെ വിശ്വാസ പ്രമാണം, ഇവയെല്ലാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം മോൻ നന്നായി പഠിച്ച് പാസ്സായോ ചേച്ചി? അവൻ ദൈവകൃപയാൽ 10ാം ക്ലാസ്സും +2ഉം BSW പാസ്സായി. ഇപ്പോൾ MSW പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ശരിക്കും പുഷ്പ, കർത്താവ് തൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നമ്മുടെ ഭവനങ്ങളിൽ അത് നമ്മുടെ മക്കളെ അത് ആ വചനം ഏറ്റുചൊല്ലാൻ പഠിപ്പിക്കേണ്ടതാണ്. കാരണം മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ടെന്ന് അറിയാമോ? അല്ലേ? ശരിക്കും നമ്മളത് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾക്കത് പ്രാർത്ഥിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പുഷ്പ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ
വളർന്നു വന്നത്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവർ നിയർലി മോർണിംഗിൽ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുമായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ അതെൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം ഇതാണ്: നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ള ഒരു വചനം ആണ് എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അമ്മയും ഞങ്ങളുടെ ജീവിതത്തിലേക്കും അത് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഞങ്ങളോടും അമ്മ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മൾക്കൊരു വഴി കാണിച്ചു തരും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും അത് സംഭവ്യമായിരിക്കും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോള് അവൾക്ക് 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ബിന്ദു, കാലിലെല്ലാം ആണിന്ന് ഒരു രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നത്. കാരണം അവൾക്ക് 12th പരീക്ഷ എഴുതുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ കാല് നിലത്ത് കുത്തി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് സാരമില്ല, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമുക്കത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അന്നേരം എൻ്റെ മോള് പറഞ്ഞു, ഇത്രയും ചെറിയൊരു കാര്യമല്ലേ ഈ ആണി രോഗം, അതിന് ചെറിയ വേദനകളല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല മമ്മി, ഈശോയ്ക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാ, നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി അവൾ ആരാംസെ നടന്നു പോകുന്നു, കാല് ചവിട്ടി പോകുന്നു, കാലിൽ വേദനയൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചോ, അൽവിയ എത്ത പറ്റിയത്, കാലമൊക്കെ ആയോ? അന്നേരം പറഞ്ഞു, മമ്മി ശരിയാണല്ലോ, എനിക്ക് വേദനയൊന്നും എടുക്കുന്നില്ലല്ലോ. ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന ദൈവവചനം ഇവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇത്. പിന്നെ ബിന്ദു, കൊറോണ സമയത്ത് ബിന്ദുവിൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടതകളിലൂടെയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ശരിയാണോ? ശരിയാണ്. കൊറോണ സമയത്ത് എനിക്ക് കൊറോണ ഡ്യൂട്ടി ആയിരുന്നേ. കൊറോണ ഡ്യൂട്ടിക്ക് ഞങ്ങൾക്ക് ഹോട്ടലിൽ നിൽക്കണമെന്നായിരുന്നു. 14 ദിവസം ഹോട്ടലിൽ നിൽക്കണം, 14 ദിവസം വീട്ടില്, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ ഹോട്ടലിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീടൊക്കെ ഡിസ്റ്റർബ് ആകത്തില്ലേ? നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള മിനിച്ചേച്ചിയായിരുന്നു ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. അപ്പൊ ചേച്ചി എൻ്റെ വീടും ചേച്ചിയുടെ വീടും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൊറോണ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനും കൊറോണയായി. അപ്പോൾ ആരും പുറത്തിറങ്ങാത്ത അവസ്ഥയല്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യേണ്ടത് മെയിൽ നേഴ്സസാണ് എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ആ സമയത്തായിരുന്നു എൻ്റെ സിസ്റ്ററിലോ ഡെലിവറി ടൈമും ആയിരുന്നു. നമ്മുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന മിനി ചേച്ചി ഇല്ലേ, ചേച്ചിയാണ് എൻ്റെ സിസ്റ്ററിലോട് കൂടെ ഹോസ്പിറ്റലിൽ നിന്നതും സിസ്റ്ററിലോടെ LSCS കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് പോയത്. നമ്മളുടെ കൂട്ടായ്മയിലുള്ള ആ സ്നേഹവും ആ കരുതലും ഒക്കെ ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത് ആ കൊറോണ കാലഘട്ടത്തിലാണ്, അല്ലേ പുഷ്പ? അതെ, തീർച്ചയായിട്ടും. ആ കരുതൽ ദൈവം നമ്മളെ കരുതുന്നുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ സാധിച്ചു ആ സമയത്ത്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ബിന്ദുവിൻ്റെ ഹോസ്പിറ്റൽ കൊറോണ ഹോസ്പിറ്റലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലല്ലേ അത്? അതായിരുന്നു ചേച്ചി. ഞങ്ങൾക്ക് കൊറോണ പേഷ്യൻസ് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ICUവിലാണേ. 15 ബെഡാണ്. അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഈശോയെ നീയും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കൂടെ ചെയ്യുന്ന വർക്കേഴ്സിനെയും ഞങ്ങളുടെ പേഷ്യൻസിനെയും എല്ലാം ഈശോയെ ഒന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും പേഷ്യൻസ് മരിക്കാറായി കിടക്കുന്ന പേഷ്യൻ്റായിരുന്നു ഞങ്ങളോട് വരുന്നത്. ആരുമില്ല, ആരെ അകത്തോട്ട് കയറ്റാൻ അനുവദിക്കത്തുമില്ല. അപ്പം പേഷ്യൻസിന് വേണ്ടി നമ്മൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ മരിക്കാറാകുമ്പോഴത്തേക്ക് ആ പേഷ്യൻസിന് നമ്മൾ ഈശോമറിയം യേശോപ്പൻ ചൊല്ലിക്കൊടുക്കും. അവരെ മരിച്ചു കഴിയുമ്പോൾ പേഷ്യൻസിന് വേണ്ടി മരിച്ച വിശ്വാസികളുടെയൊക്കെ ചൊല്ലിക്കൊടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടായ്മയിൽ കൂടെ നമുക്ക് കിട്ടുന്ന ശക്തി ഉണ്ടല്ലോ, ആ പേഷ്യൻസിനോട് കൊണ്ട് അവരെ ശുശ്രൂഷിക്കുമ്പോഴത്തേക്കും നമുക്ക് അനുഭവിക്കാൻ, അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ശരിക്കും അവർ ICUകളിൽ തന്നെയുള്ളൂ. നമുക്ക് മാത്രമേ അവരുടെ അടുക്കളയിലേക്ക് കയറി ചെല്ലുവാനും അവരുടെ സമീപത്തായിരിക്കുവാനും സാധിക്കുകയുള്ളൂ. കാരണം ആ സമയങ്ങളിൽ ആരും കടന്നു വരുന്ന സമയമല്ലത്. നമ്മുടെ സ്വന്തക്കാർക്ക് പോലും സാധിക്കാത്ത അവസരമാണത്. നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ആശ്വാസമാണെന്നറിയാമോ? ശരിക്കും അവർക്ക് വെള്ളം ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയ സന്തോഷമാണ് നമ്മളെ കാണുന്നത് തന്നെ. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ആ സമയത്ത്. ശരിക്കും നേഴ്സുമാർക്ക് എത്രമാത്രം സാധ്യതകളാണുള്ളത്. ബിന്ദുവിന് പേഷ്യൻസിൻ്റെ മരണസമയത്ത് പോലും കൂടി അവരെ പ്രാർത്ഥിച്ചൊരുക്കുവാനായിട്ട് സാധിച്ചു, അല്ലേ ബിന്ദു? അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ചേച്ചി.
അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാനും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലും അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻസ് സർജറിക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴുണ്ടല്ലോ, അവരുടെ മുഖത്ത് ഒരു ഭയം നിഴലിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവരെ നമ്മൾ എല്ലാം റെഡിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞാണ് അവരെ വിടുന്നത്. അപ്പോൾ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജെസ്സി, പല വിശ്വാസത്തിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവർ പ്രാർത്ഥിക്കാണ്ട് സമ്മതിക്കുമോ? അങ്ങനെയൊന്നുമില്ല പുഷ്പ, അത് അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് ഒരു ആശ്വാസമാണ് ആ പ്രാർത്ഥന. അത് അവരും നമ്മളോടൊപ്പം കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിന്ദു ആ സമയത്ത് ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ ചേച്ചി, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ആയിരുന്നേ, ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ പ്രേയർ റിക്വസ്റ്റ് ഇട്ടത്. നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് ഫലമായിട്ട് ചേട്ടായിക്ക് ആദ്യം റിക്കവർ ശരിക്കും ആയില്ല, എന്നാലും അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ചേട്ടനെ ഡിസ്ചാർജ് ആക്കിയായിരുന്നു. വീട്ടിൽ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചേട്ടയുടെ കണ്ടീഷൻ മോശമായി. രണ്ടാമത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ട വന്നു. ആ സമയം നമ്മുടെ ഈസ്റ്ററിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയത്തായിരുന്നു. അത് തന്നെയാണ് കരുണയുടെ കൊയ്ത്തുകാലത്തിന്റെ സമയത്ത് അല്ലേ? അതെ. അപ്പൊ നമ്മുടെ സൂം മീറ്റിംഗ് കൂടെ കണ്ടിന്യൂസ് കരുണക്കൊന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമല്ലായിരുന്നോ? ആ സമയത്ത് വീട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് കരുണക്കൊന്ത് കൂടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ വാതിക്കലിരുന്ന് ഞങ്ങളും കരുണക്കൊന്ത് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടാനെ ഈശോയുടെ സന്നിധിയിലേക്ക് വിളിച്ചു. എന്നാലും ചേട്ടായുടെ വേർപാടിനെ ചേച്ചിക്കും മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയത് ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. യേശയ്യ 41:10 പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന്. ശരിയാണ് ബിന്ദു, വേർപാടിൻ്റെ സമയത്ത് പോലും കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ശക്തിയാലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ആ സമയങ്ങളിലാണെങ്കിൽ തന്നെ എത്രയോ മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി, എത്രയോ കുടുംബങ്ങൾ അനാഥമായി തീർന്നു. അവരുടെയൊക്കെ വേദനകൾ എത്രയധികമാണ്. നമുക്ക് എങ്കിലും അത് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ഈശോയുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് എല്ലാം സ്വീകരിക്കാനായിട്ടും ഈശോയുടെ അത് പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും സാധിച്ചത്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്കുണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്കൊരു നിരാശ കയറി വരും അല്ലേ ബിന്ദു? നേരത്തെയൊക്കെ നമ്മൾ വേഗം നിരാശപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് നിൽക്കുന്നത് തന്നെ നമ്മൾ ദൈവ സ്നേഹത്തിലായിരിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതെ അല്ലേ? എനിക്ക് ഒരനുഭവമുണ്ട്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പേഷ്യൻറ്റ് കിടന്നുറങ്ങുന്നില്ല, ബാക്കി എല്ലാ പേഷ്യൻറ്റും കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് ചെന്നു. അപ്പം ചോദിച്ചു, എന്താ ഉറക്കം വരാത്തത്, ഉറങ്ങുന്നില്ലാത്തത്, ടാബ്ലറ്റിലൊക്കെ തന്നല്ലോ, ഉറക്കം വരാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്നെ ആരോ ഒന്ന് തട്ടിക്കൊണ്ടിരിക്കുവാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു, ആ രൂപം കൊടുത്തു. എന്നിട്ട് ബെഡിൻ്റെ 4 സൈഡിലും കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആ പേഷ്യൻ്റ് പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു, രാത്രി ഉറങ്ങിയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ചേച്ചി. കർത്താവിൻ്റെ സംരക്ഷണം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? മാലാഖമാർ കാത്തു പരിപാലിച്ചു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പേഷ്യൻസ് ഉറങ്ങാത്തപ്പം ഞാൻ ആ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പേഷ്യൻറ്റ് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സീനിയേഴ്സ് ചെന്നപ്പം പറഞ്ഞു, ആ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോന്നപ്പം ആ സീനിയേഴ്സ് എന്നോട് പറയുമായിരുന്നു, ഇവിടെ തൻ്റെ ആ ട്രിക്ക് മറ്റുള്ളവരെ കൂടെ പഠിപ്പിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്, അവരിങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു വന്നു. അതുപോലെ ഞങ്ങളുടെ അമ്മച്ചിയാണേലും ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുറേ ദിവസമായിട്ട് ഉറങ്ങുന്നില്ല, ഭയങ്കര അമ്മച്ചി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 3:5, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ കാൽമാലാഖയെ ഞാൻ ഉറങ്ങുമ്പോൾ കൂട്ടായി ഇരിക്കണമെന്ന് പറഞ്ഞു. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞവരെയുമേ, ഒരു പിതാവും പുത്രനും ചൊല്ലിക്കൊണ്ട് അമ്മച്ചോടെ അമ്മന്ന് കിടന്നു. ഞാൻ കിടക്കുമ്പോൾ ആ സങ്കീർത്തനം 3:5 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അമ്മച്ചി സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഫോണിൽ കൂടെയാണോ ബിന്ദു പറഞ്ഞത്? അതെ, ഫോണിൽ കൂടെ ആയിരുന്നു. അത് ശരിയാ. കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഉണ്ടല്ലോ, എല്ലാ ദിവസവും 91 സങ്കീർത്തനം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ
എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കും. ജോലി ചെയ്യുന്നവരെ, നമ്മുടെ മേലധികാരികളെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സിനെ, നമ്മളുടെ യൂണിറ്റിനെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. കരുണക്കൊന്തയും ചൊല്ലി ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ ബസ്സിനല്ലേ പോകുന്നത് ഇപ്പം? ഞങ്ങൾ വണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത്. അതായത് വാനിന് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ? ഞങ്ങളുടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്റ്റാഫ് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് കാർഡിയക് യൂണിറ്റിലാണ്. അതായത് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന 3-4 ദിവസം കഴിഞ്ഞ് രോഗിയായിരുന്നു. ആ രോഗിയെ വാഷ്റൂമിൽ കൊണ്ടുപോയതാണ്. ആ പേഷ്യൻറ്റിനെ നോക്കുന്ന സിസ്റ്റർ ആണെങ്കിൽ ഒരു ചെറിയ സിസ്റ്ററായിരുന്നു. രോഗിയാകട്ടെ നല്ല വെയിറ്റുള്ള ഒരു രോഗിയായിരുന്നു. കൂടുതലും 100 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വാഷ്റൂമിൽ വെച്ച് ആ പേഷ്യൻ്റ് കൊളാപ്സ് ആയിപ്പോയി. എന്നിട്ട് ആ സിസ്റ്റർ തന്നെ ആ രോഗിയെ തോളിൽ കിടത്തി വേഗം ഹെൽപ്പ് വിളിച്ചു. ഉടനെ വീണില്ല രോഗി വീണില്ല. ഉടനെ തന്നെ ഞങ്ങൾ ഹെൽപ്പായി എല്ലാവരും പേഷ്യൻറ്റിനെ കയറ്റി കട്ടിലിൽ കിടത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റും BP-യും പ്രഷറും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് MRI ചെയ്യാനായിട്ട് വേഗം വിട്ടു. കാരണം പേഷ്യൻ്റെ കൈകാലുകൾ അനക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അതായിരുന്നു, ഈശോയെ ഒരാപത്തും വരുത്തരുത് ഈ രോഗിയെ. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയാണ്. രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ആ സമയത്ത് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സ്വഭാവമാണല്ലോ നമ്മളുടേത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത സമയത്താണ് ആ രോഗിയെ MRI കഴിഞ്ഞ് വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേഷ്യൻ്റ് കൈകാലുകൾ അനക്കുവാനും ആ പേഷ്യൻ്റ് ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചത് ആ പേഷ്യൻ്റ് സ്ട്രോക്കായി പോയിരിക്കും എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവ അനുഗ്രഹത്താൽ ആ രോഗിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് ഞാനത് ഷെയർ ചെയ്തു. കാരണം ഞാൻ അവരോട് ഇത് പറയുകയായിരുന്നു ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുൻപ് കൂടെയുള്ള നമ്മളുടെ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ മേലധികാരികളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈശോ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ആ രോഗിയോടും ഒപ്പമുണ്ടായിരുന്നു. അത് വലിയൊരു സാക്ഷ്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒന്നുമല്ല, എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണല്ലോ എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നത്. അത് തന്നെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഇന്നും ജീവിക്കുകയാണ്. അതെ ചേച്ചി, ഈശോയ്ക്ക് നന്ദി. ഞാനും നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നത് ആ ബെഡിലിരുന്ന് തന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ കർത്താവിൻ്റെ വലിയൊരു കൃപ മാത്രമാണ്. എന്തോരം പേര് ഉറങ്ങിക്കിടന്നവർ മരിച്ചു പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു, ഞാൻ ബ്രഷ് ചെയ്യുമ്പം ഇന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഈശോയോട് ചോദിക്കും, ഞാൻ ഇന്ന് എന്താ ഈശോയെ കറി വെക്കേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ എന്തെങ്കിലും കാണിച്ചത് അതനുസരിച്ചാണ് ഞാൻ അടുക്കളയിൽ പോലും പണി ചെയ്യുന്നത്. അതുപോലെ ഞാൻ പണി ചെയ്യുമ്പോൾ ഓരോ സമയത്തും ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ്. രാവിലെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ 4 എൻ്റെ ഹസ്ബൻഡ് 3 മക്കളും ഞാൻ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. പണി ചെയ്യുന്ന ഇടയ്ക്കാണോ? പണി ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ഉറക്കെ തന്നെ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അടുക്കളയിൽ അല്ലേ. അല്ല, നമ്മൾ സൈലന്റ് ആയിട്ട് ചൊല്ലിയാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ ശ്രദ്ധ മാറ്റി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കെ തന്നെ കൊന്ത ചൊല്ലി എല്ലാവർക്കും വേണ്ടി ഓരോ കൊന്ത ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ ആ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായിട്ട് ഈശോയ്ക്കായിട്ട് എല്ലാവരും സമർപ്പിക്കാറുണ്ട്. ശരിയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൃപ മക്കൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ചേച്ചി. അതുപോലെ ഞാനും എന്നും 4 മണിക്ക് എണീറ്റ് ജപമാല ചെല്ലാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധബലി അർപ്പിക്കാൻ പോകും. വിശുദ്ധബലിയിൽ എല്ലാവരെയും സമർപ്പിക്കും. കുടുംബാംഗങ്ങളെ സമർപ്പിക്കും, ജോലി മേഖലയിലുള്ള എല്ലാവരെയും സമർപ്പിക്കും. ജപമാലയ്ക്ക് എല്ലാവരും കൂടാറുണ്ടോ? എല്ലാവരും കൂടാറുണ്ട്. ഫാമിലി ഒന്നിച്ചിരുന്നാണോ ജപമാല ഒന്നിച്ചിരുന്നാണ് ചെല്ലുന്നത്? അതെ അല്ലേ. പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ കൊടുക്കുന്ന ഒരു കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാറില്ല അല്ലേ. ഇത്രയും സമയം ശരിക്കും ബിന്ദു നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചത് അത് വലിയൊരു ദൈവകൃപ തന്നെയാണ് അല്ലേ. ഒത്തിരി നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ, ഇപ്പോഴാണ് നമുക്ക് സാധിച്ചത്. ശരിക്കും നമുക്കത് ദൈവത്തിന് നന്ദി പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ നാഥേ, അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളണമേ. എപ്പോഴും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഈ ലോകമെങ്ങുള്ള എല്ലാ നേഴ്സുമാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നേഴ്സുമാരും അവരുടെ കുടുംബങ്ങളും വിശുദ്ധരായി തീരണമെന്നാണല്ലോ ഈശോയെ അങ്ങയുടെ ആഗ്രഹം. കർത്താവെ, അതിനായിട്ട് എല്ലാ നേഴ്സുമാരെയും നീ ഏറ്റെടുക്കണമേ. പല വിധത്തിൽ വേദനിക്കുന്ന നേഴ്സുമാരുണ്ട് കർത്താവെ. പലവിധ അസുഖങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ എങ്കിലും ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാരുണ്ട് കർത്താവെ. കുടുംബങ്ങളിൽ വേദനയുള്ള നേഴ്സുമാരുണ്ട് കർത്താവെ. എല്ലാ നേഴ്സുമാരെയും ഈ നിമിഷം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, നിൻ്റെ സൗഖ്യദായമായ കരസ്പർശത്താൽ കർത്താവെ, ഓരോ നേഴ്സുമാരെയും ഈ നിമിഷം തൊട്ടുകൊണ്ട് അവരുടെ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും അവർക്ക് സൗഖ്യം നൽകണമെന്നും അവരുടെ എല്ലാ മാനസികമായ വേദനകളിൽ നിന്നെല്ലാം കർത്താവെ അവർക്ക് വിടുതൽ നൽകണമെന്നും കർത്താവെ, നിന്നെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഓരോ നേഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോയെ, ഇന്നോളം ശുശ്രൂഷിച്ച എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇനി ശുശ്രൂഷിക്കാനുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലൂടെ അവരിലേക്ക് സൗഖ്യമൊഴുക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതെ, ഈ നേഴ്സുമാരുടെ ആത്മീയ ജീവിതത്തിലും കുടുംബത്തിലും ജോലി മേഖലയിലും കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധിയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.